ആരാ മനസ്സിലായില്ല? ഞങ്ങൾ കേരള പോലീസിൽ നിന്നാ. ഓ, അനഘയുടെ വീടല്ലേ? ആണല്ലോ. എന്താ പറ്റി? ഞങ്ങളൊരു കേസായിട്ട് ബന്ധപ്പെട്ട് അനഘയുടെ ഫോൺ നമ്പർ ഒന്ന് ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു. അനഘയുടെ അപ്പനല്ലേ? അയ്യോ, ഫാദറിലായ? ആ, അനഘയില്ലേ ഇവിടെ? ഉണ്ടായിരുന്നു. ഒരു 4 ദിവസം മുമ്പേ മോൻ്റെ അടുത്തേക്ക് പോയി. എവിടെയാ? മോനങ്ങ് ദുബായിലാ. ഓ, അനഘയായിട്ട് എനിക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ സോറി സാർ, അവൾക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. നാളെ ഇനി വരും, ഒരു ഓപ്പറേഷൻ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് കണ്ടാൽ പോരെ? ഓ, നിങ്ങളുടെ പേരെന്താ? ജെയിംസ്. ആ ശരി. ദുബായ് कैसे जी? സാറേ ശരിക്കും എന്നാ സാർ പ്രശ്നം? നിങ്ങളാരാ? എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അനഘ. ആ, അനഘയായിട്ട് നേരിട്ട് സംസാരിച്ചോളാം. അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. എന്താ? അനഘ ചേച്ചി ഇന്ന് രാവിലെ മരിച്ചു. പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. മോനിവിടെ मैं वही सोचूं मम्मूटी से बच के कैसे जाएगी वो किधर? ബോഡിയാണ് നാളെ കൊണ്ടുവരുന്നത്. अच्छा अब तो ये അനഘയുടെ ഫോണും മറ്റവൻ്റെ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ചോദിക്കുകയും ചെയ്തു. പുള്ളിയും പറയുന്നത് ഇതൊരു അറ്റാക്കാണെന്നുള്ളത്. പക്ഷെ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ അങ്ങനെ റിപ്പോർട്ടില്ല സാർ. തനിക്കെന്ത് തോന്നുന്നു? ചെറിയ ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ്മോർട്ടത്തിന് അവർ തയ്യാറാവും. എന്തെങ്കിലും സാക്രിലേജ് ഇഷ്യൂ എല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഞാൻ അവരുടെ കൈയും കാലും പിടിച്ച് അവർ സമ്മതിച്ചിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. സാർ നമുക്ക് അതിൻ്റെ ഒരു ഫോറൻസിക്കിനെ കൊണ്ടൊരു ഡീറ്റെയിൽ എക്സാമിനേഷൻ നടത്തണം. ഇതൊരു ഇൻഡ്യൂസ്ഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ഞാൻ പുള്ളിയോട് സൂചിപ്പിക്കാം. ഓക്കെ. പക്ഷേ ഇത് സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഓ, എന്നെ അലട്ടുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ അവൈലബിൾ അല്ല എന്നാണോ? എന്നല്ല, സിനിമയിൽ മാത്രമല്ല, അല്ലാതെ ഇതിവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. इन्फॉर्मेशन निकाला है ഇവിടെ അവൈലബിൾ ആയ ഫിലിംഗാരി എന്ന ചെടിയിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. शिट അത് അറിയാവുന്നവർക്ക് ഇത് और ഉണ്ടാക്കിയെടുക്കുന്നത് कितना एडवांस होना है यार, और कितना मारने के लिए वो भी പക്ഷേ ऐसा भी नहीं है कि कुछ अच्छी चीज कर रहे हैं. സാധാരണക്കാർക്ക് അറിയാവുന്ന സംഗതിയേ അല്ല. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഒരു സാധാരണ കോൺസ്റ്റബിളിന് ഇത്രയും വിവരങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അത് പോസിബിളാണ്. പോലീസ് ഓഫീസർ ആയിരുന്നു മുമ്പ് ഏതെങ്കിലുമൊക്കെ ഫോറൻസിക് എക്സ്പെർട്ടായിട്ട് പരിചയം ഉണ്ടാവില്ലേ? എന്നിട്ട് സാർ ഞങ്ങളിത് കുറച്ച് ദിവസമായിട്ട് നല്ലോണം തപ്പി നോക്കി. ഇതിൽ കുറച്ച് കേസുകൾ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഫോൺ ഡീറ്റെയിൽസ് തപ്പിക്കഴിഞ്ഞപ്പോൾ വർക്കലയിലും കോട്ടൂരും ഓരോരോ സ്ത്രീകൾ ഇതുപോലെ അറ്റാക്കായിട്ട് മരിച്ചിട്ടുള്ളത് ഇവൻ്റെ ട്രാഫിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ഈ സ്റ്റിൽ ആക്റ്റീവ്. यस वो किधर भाग के गया नहीं है. സാർ ഈ മണി രാജ്യം പോയിട്ട് സ്റ്റേറ്റ് പോലും വിട്ടുപോയിട്ടില്ല. वो मनी नहीं स्टैनली है सर. वो देखो മാത്രമല്ല അവനിപ്പോൾ അവൻ്റെ പണി മുമ്പത്തേക്കാളും വൃത്തിയായിട്ട് ചെയ്യുന്നു. वही मोर प्रोफेशनल. गुड एनालिसिस यस സാർ അവൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാ കേസിലും അവൻ സെയിം ഫോൺ ഉപയോഗിക്കുന്നത്. സാർ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്മ് ഫേക്ക് അഡ്രസ്സിലാണ് സാർ. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ ഇനി ഇതുപോലെ ഒരു ഇൻസിഡൻറ്റും ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മളെ ഡ്യൂട്ടിയാണ്. മനസ്സിലായി സാർ. സാർ എല്ലാ മീഡിയാസിലും അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു അലേർട്ട് കൊടുക്കാം. ഓക്കെ സാർ, നമുക്കിതിലൊരു പ്രശ്നമുള്ളത് കൊല നടക്കുമ്പോൾ അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകണമെന്ന് അവന് യാതൊരു നിർബന്ധമില്ല. വ്യക്തി മരിച്ചെന്ന വല്ല ന്യൂസ് വഴി പിന്നീട് അവൻ അറിഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്കുള്ളത് സാർ. अभी जगह पे भी रहने की जरूरत नहीं है. काम करके निकलो. स्मार्ट. हाँ स्मार्ट. देखा कंफर्म. स्माइल देखो, स्माइल देखो, वही सेटिस्फैक्शन मिल रही है कि चलो हो गया. सर वो लड़की रहेगी क्या अगर आप ऐसे बात करेंगे तो? लेकिन इसकी सिट्टी पिट्टी तो गुम कर दी है विनायकन ने. हाँ, अभी विनायकन ने और एक टेंशन बट दे तो दी है. सोचा था वो फिसल गया लेकिन नहीं.
स्किल है, स्किल। ये भी कोई स्किल है। इट्स ओके यार, बट प्लीज फिर भी I hate smokers. I don't know why, but I hate it. That catch. അവർക്ക് അങ്ങനെ സൺലൈറ്റ് കണ്ട ഓർമ്മയൊന്നുമില്ല. തീരെ ചെറുതായിരുന്നല്ലോ. അന്നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അച്ഛനെ കുറിച്ച് ചോദിക്കുകയും അച്ഛനെ മിസ് ചെയ്യുന്നതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അതായിരിക്കും നമുക്ക് വച്ചകൊടിയാണ് അല്ലേ? എന്നും പറയാം. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് വരാനൊരു പേടി പോലെ. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ അവിടെ കുറച്ച് നേരം സമാധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നു, അത്ര. അല്ല, ആരെങ്കിലും അറിയാവുന്നവർ കണ്ടാലോ എന്നാ. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ? അതൊക്കെ പറയാം. എന്നാലും ഞാൻ വരില്ല. അതെന്ത്? അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. അതെന്ത്? അതൊന്നും ഇഷ്ടമല്ല? അതുകൊണ്ടല്ല. പിന്നെ എന്നെന്താ വിശ്വാസമില്ലേ? थोड़ा देख के याद आती है ऐसा ऐसा देख देख के, वो ऐसा दिखते है नहीं? എന്തൊരു പ്രശ്നം? वो और एक Oh God. पर मुझे ऐसा क्यों लग रहा है कि ये स्मार्ट है थोड़ी? ഞാൻ ചിരിച്ചില്ലല്ലോ. ഞാൻ കണ്ടല്ലോ ചിരിക്കുന്നത്. ये भी फंसी जाएगी, पता नहीं. അത് പിന്നെ പറയാം. അതെന്താ ഇപ്പൊ പറഞ്ഞ? അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പോലോ. അതൊക്കെ ശരിയായിട്ട് അമ്മ പറയാം കേട്ടോ. പേടിക്കണ്ട, നിനക്കും കൂടി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മനസ്സിലായി. എന്ത്? അതൊക്കെ മനസ്സിലായി. എന്താന്ന് പറ. അച്ഛൻ എടി, बच्ची को कैसे पता है? वो देखो रातों की नींद हराम हो चुकी है सीरियसली. He's thinking. भाई जब तक वो पकड़ नहीं लेंगे तब तक वो നമ്മൾ എന്ത് ചെയ്താറേ? എന്ത് ചെയ്താലും അടുത്ത അറ്റംപ്റ്റ് മുമ്പ് അവനെ പൊക്കണം. ഇത്രയും പെണ്ണുങ്ങളെ വളച്ചിട്ടുണ്ടെങ്കിലേ സാറേ, എന്തുമാത്രം പെണ്ണുങ്ങളെ ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതിൽ നമ്മൾ ഇത്രയും അലർട്ട് കൊടുത്തെങ്കിലും കൂട്ടത്തിൽ ഒരുത്തി പോലും നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നില്ലല്ലോ എന്നുള്ളതാണ് അല്ലേ? ആരുമില്ലേ? उसी के घर आ गए ना. फिर से. ഇവിടെ ആരുമില്ലേ? सेम टाइम ये अच्छी जगह भी है रहने के लिए, सेम टाइम बहुत डेंजरस भी है. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു കേസിൻ്റെ കാര്യത്തിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കും സാർ. അതിൽ ഒന്ന് രണ്ട് കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ ഫോൺ മോഷണം പോയെന്നല്ല പറഞ്ഞത്? ആമാ സാർ. അതിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. ഇതിലൊരു മാർച്ച് 4-നാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഫോൺ മോഷണം പോയി സ്വിച്ച് ഓഫ് ആകുന്നത്. ഡേറ്റെല്ലാം എപ്പിടി സാർ ഞാൻ ഓർക്കും. ரொம்ப வருஷம் ஆச்சுல்ல. അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ട്രാക്ക് ചെയ്ത് വെച്ചിട്ട് അതിലും 6 മാസം മുമ്പ് ഫോൺ രാവിലെ ഇവിടുന്ന് തെക്കാലൊക്കെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു. അതായിരുന്നു എൻ്റെ ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ടുള്ള മാർച്ച് 4-നാണ് ആ പാറ്റേൺ ബ്രേക്കായി. അത് കഴിഞ്ഞ് ഫോൺ നേരെ കേരളത്തിൽ പോകുന്നു, അവിടെ വെച്ച് സ്വിച്ച് ഓഫ് ആകുന്നു. സാർ ഇതിൽ എനിക്ക് ഒന്നും പുരിയില്ല. உங்களுக்கு இப்போ என்ன சார் பிரச்சனை? അതിലോട്ടാണ് ഞാൻ വരുന്നത്. നീ ഒന്ന് ക്ഷമിക്ക്. ഈ ഫോൺ മോഷണം പോയെന്ന് നീ പറഞ്ഞല്ല. ഞങ്ങൾ വിചാരിച്ചത് ഫോൺ മോഷണം പോയ ശേഷമാണ് അതിലോട്ട് ഒരാൾ സ്ഥിരമായി ഫോൺ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഫോൺ മോഷണം പോകുന്നതിന് മുമ്പാണ് അതിലോട്ട് ആൾ സ്ഥിരമായി വിളിച്ചോണ്ടിരുന്നത്. ആരാണ് വിളിച്ചതെന്നും ആരെയാണ് വിളിച്ചതെന്നും അത് രണ്ടും ഞങ്ങൾക്കറിയണം. இல்லை சார், அந்த ஃபோன் எங்கள் அம்மா பேரில் இருந்தாலும் அதை யூஸ் பண்ணிருக்கிறது நான் தான். झूठ बोल. ஃபோனில் அப்படியெல்லாம் இந்த மாதிரி எதுவும் கால் வந்ததா எனக்கு ஞாபகத்தில் இல்லை சார். ഓ, അല്ലണ്ണ, അണ്ണന് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പറയുന്നത്. ഇതിപ്പം കേരള പോലീസ് തമിഴ്നാട് പോലീസിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ്. അണ്ണൻ സഹകരിക്കാതിരുന്ന ഞങ്ങൾ വാറണ്ടുമായിട്ട് വന്ന് അണ്ണനെ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. അത് മാത്രമല്ല ബിജു, ആ സമയത്ത് തക്കാലം ഒരു ലാബിൽ ബിജുവിൻ്റെ സഹോദരി ജോലി എടുത്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. उसकी बहन ഇപ്പോൾ ദിവ്യയെ ഓർത്തം പ്രേമിച്ച് പറ്റിച്ച് പോയി കളഞ്ഞു അല്ലേ?
ஆமாம் சார் ஆனால் அதை பற்றி யாரும் தெரியறதுக்கு முன்னாடியே அவளுக்கு கல்யாணம் பண்ணி கொடுத்துட்டோம். அழகான குழந்தை அப்படி இப்படின்னு சந்தோஷமா வாழ்ந்துட்டு இருக்கா. அவங்க எதிர்காலத்தை மனசில் வச்சுக்கிட்டு யாருக்கும் தெரியாம மறைச்சிட்டா சார். എന്തായാലും ദിവ്യയുടെ അഡ്രസ്സ് ഞങ്ങൾക്കൊന്ന് തരണം ബിജു. தயவு செய்து மறுபடியும் திவ்யா அதில் மாட்டி விட்டுறாதீங்க ப்ளீஸ் சார். அவ இப்போதான் நல்லா இருக்கா. ഇല്ല ബിജു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 1-2 കാര്യങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. അത് അതിൻ്റെ രീതിയിൽ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. हाँ, ये क्या बात हो गई? स्टोरी में ये क्या आ गया? ओह, इसके बारे में तो बताया नहीं ना बाद में। कौन है? ये अंदर जाती है ना। அண்ணன் எனக்கு ஃபோன் பண்ணி சார் அங்கே போனதை பற்றி சொன்னார். इतनी सारी लड़कियों का चेहरा देखा है ना, अभी कुछ ऐसा ट्रैक नहीं रह रहा है. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ദിവ്യ എങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടത്? நான் வழக்கமாக போகிற பஸ்ஸில் அவரும் அடிக்கடிக்கு வந்திருந்தார். கொஞ்ச நாள் என் பின்னாடி வந்திருந்த பழக்கம்தான் சார். எங்களுக்குள்ள வயசு வித்தியாசம் இருந்ததுனால நான் இதை பற்றி வீட்டில் எதுவும் சொல்லலை. അന്ന് പിന്നെ എങ്ങനെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? அது சார் அன்னைக்கு நான் வாஷ்ரூமில் போயிட்டு வர்றதுக்குள்ளே அவர் என்னோடய ஃபோனும் பேக் எடுத்து எஸ்கேப் ஆகிட்டான். ये काले ड्रेस में அங்கே எல்லாம் देखा तो है, देखा है, देखा है. அது மட்டும் இல்லை, 2 ஃபோனும் சுவிட்ச் ஆஃப் தான் இருந்துச்சு. அப்போதான் தெரிஞ்சிருச்சு சார், அவர் என்னை ஏமாற்றிட்டு போயிட்டார். ഈ വാഷ്റൂം എന്ന് പറഞ്ഞത് ഏത് സ്ഥലത്താ? அது காட்டாக்கிட பஸ் ஸ்டாண்டில். നിങ്ങൾ വാഷ്റൂമിൽ പോയപ്പോൾ बस स्टैंड, ये भी बस स्टैंड वाली थी. अच्छा, അല്ല ഗുളികയോ മിഠായി അങ്ങനെ എന്തെങ്കിലും? क्यों झूठ बोल रही है यार? നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഒരു വിവരം പുറത്തു പോകില്ല, അത് ആലോചിച്ചിട്ട് भाई हेल्प हो जाएगी. நான் ப்ரெக்னென்ட் ஆகிறதுக்கு வாய்ப்பு இருக்குன்னு சொல்லி அவர் ஒரு டேப்லெட் தந்தார். എന്നിട്ട് അതെന്താ കഴിക്കാതിരുന്നത്? கையில் காசு இல்லை, அதனால் இப்போ குழந்தைலாம் வேணான்னு அவர் தான் சொன்னார். ஆனால் அம்மா ரிட்டையர் ஆனதுக்கப்புறம் கிடைச்சதுல கொஞ்சம் காசு என் அக்கௌண்ட் தான் போட்டாங்க. அதை பற்றி அவர்கிட்ட அப்புறம் சொல்லலான்னு இருந்தேன். அந்த காசு இருந்த தைரியத்தில் தான் சார் இந்த டேப்லெட் நான் சாப்பிடல. അവനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓർമ്മയുണ്ടോ? அவருக்கு பழைய தமிழ் படத்தில் பாட்டெல்லாம் ரொம்ப பிடிக்கும். செம்பரம் படத்தில் பாட்டு அடிக்கடி கேட்பாங்க. सेम्बरम ഇതല്ലേ കക്ഷി? रियल गाना तो नहीं चला था मोटी फिर? नहीं. यस, लीड मिल गई. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. अब हम लुकआउट कर सकते हैं. எனக்கு தெரியாதா? नहीं, अभी दूसरे डायरेक्शन वही अभी दूसरे डायरेक्शन में जा सकते हैं फाइनली. सर, हमें इनको भी जस्टिस दिलाना है. അവൻ്റെ ഒരു പടം വരക്കാനായിട്ട് ഞാൻ ഒരാളായിട്ട് വരാം. ஐயோ அதெல்லாம் முடியாது சார். நீங்களே இங்கே வந்தது என் புருஷனுக்கு தெரிஞ்சா ரொம்ப கொழுப்பாயிடும் சார். சார் ப்ளீஸ் சார், என்னால் முடியாது. प्रॉब्लम है यार. एक ही क्लू मिला है अभी. എന്തെന്നാ ടാബ്ലറ്റ് കഴിക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ വാഷ്റൂമിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത്. അത് സൈലന്റ് മിക്സ് ചെയ്ത ടാബ്ലറ്റ് ആണ്. हाँ, इसको तो पता ही नहीं था. ये तो कुछ और ही सोच के नहीं खाई है. നിങ്ങൾക്കറിയോ? जान बच गई. मेरे को खुशी हो रही है जिंदा देख के. सोच മാത്രമല്ല അവനിപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവ്യ, നമുക്ക് അവനോട് എത്താനുള്ള ഏക മാർഗം ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ. சார், என்னால் முடியுமோன்னு தெரியல சார், ஆனால் நான் ட்ரை பண்ணுறேன். फिर से